സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്യാഷ് കൈമാറാൻ തനിക്ക് വിശ്വാസമുള്ള ഒരു ആളുടെ മുന്നിൽ വെച്ച് തന്നെ ആകണം എന്നിങ്ങനെ ഋഷി പറയുമ്പോൾ, എങ്കിലേ നിനക്ക് വിശ്വാസമുള്ള ഒരാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഇങ്ങോട്ട് വിട്ടേ എന്ന് പറഞ്ഞ് ആ ഗുണ്ടകളോട് പ്രകാശ് പറയുന്നു. അങ്ങനെ ത്യാഗരാജനാണെങ്കിൽ നല്ല പക്ക അഭിനയവുമായിട്ടാണ് കടന്നു വരുന്നത്. മോനെ ഋഷി, നീ എന്താടാ ഇവിടെ? അങ്കിൾ എന്താ ഇവിടെ? എന്നെ ഇവന്മാര് കണ്ണുകെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. മോനെ ഇവന്മാര് തട്ടിവെച്ചിരിക്കുകയായിരുന്നോ? അരുന്ധതി മേഡത്തെ അറിയിക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രകാശ് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ രണ്ടെണ്ണം ഇവിടെ നിന്നും ജീവനോടെ പോവില്ല എന്ന്. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ, മോനെ ഋഷി, എന്തിനാടാ ഇവിടെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? അല്ലങ്കിളെ, അങ്കിളെ പോലെ ഇത്ര രാഷ്ട്രീയ സ്വാധീനമുള്ള ആളെ എങ്ങനെയാ തട്ടിക്കൊണ്ടുവന്ന്? എടാ, മനുഷ്യരുടെ അവസ്ഥയല്ലേ, എപ്പോഴാ പരുന്ന് നമ്മളെ റാഞ്ചാന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയായി പോയി. എന്തായാലും നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പുറത്തിറക്കാനുള്ള എല്ലാ സഹായവും ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഋഷി പറയുന്നുണ്ട്, അങ്കിളെ ഇയാളെ വിശ്വസിക്കരുത്, ഇയാൾ പണമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ പണം കൊടുത്താലും ഇയാൾ നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇയാൾക്ക് മുകളിൽ മറ്റൊരു ബോസ് ഉണ്ട്, എന്താ ഉദ്ദേശം എന്നറിയില്ല. നന്ദനെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവനും നന്ദനയും കൂടിയിട്ടുള്ള കളിയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, ആണോടാ മോനെ, എങ്കിൽ പിന്നെ സൂക്ഷിക്കണം. അവിടേക്ക് പ്രകാശ് വരുന്നു. എന്താ രണ്ടാളും തമ്മിൽ ഒരു പ്ലാനിങ്? അല്ല സാറേ, ഏഹ് എന്തിനാ ഋഷിപ്പോനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഋഷിക്ക് പകരം എന്നെ പൂട്ടിയിട്ടോടെ, ഇവനെ വിട്ടയക്ക്, ഇവൻ അരുന്ധതി മാഡത്തിന്റെ മോനാണെന്നൊക്കെ പറയുമ്പോൾ, ആരുടെ മോനാണെങ്കിലും ഞാനും എൻ്റെ ബോസും പറയുന്നത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. ഇത് കേട്ട് ഋഷിക്കാണെങ്കിൽ ദേഷ്യം വരെടാ, ഡാ നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശിന്റെ കഴുത്ത് കയറി പിടിക്കുമ്പോൾ, ഋഷി മോനെ വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗരാജനാണെങ്കിൽ മാറ്റി നിർത്തുകയാണ്. സാറേ, ഇവന് പകരം എന്നെ ഇവിടെ വെക്കും, ഇവന് വിട്ടയക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ത്യാഗരാജനാണെങ്കിൽ പക്ക അഭിനയം കാഴ്ചവെക്കുമ്പോൾ, അതിന് നിന്നെ ഇവിടെ നിന്ന് വിട്ടയച്ചിട്ട് വേണ്ടേ, ഇവനെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി കെട്ടിയിടറാ എന്ന് പറഞ്ഞുകൊണ്ട് കുണ്ടകളോട് ത്യാഗരാജനെ കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ, വേണ്ട, ഞാൻ ഋഷിമോനെ വിട്ടു പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ത്യാഗരാജനാണെങ്കിൽ ഋഷിയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ആഹാ, എന്നോട് വിളച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രകാശ് ആണെങ്കിൽ ത്യാഗരാജനെ ബലമായിട്ട് ഗുണ്ടകൾക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു പക്ക അഭിനയം കാഴ്ചവെച്ച ത്യാഗൻ അവിടെ നിന്നും പോയതിനു ശേഷം പ്രകാശ് പറയുന്നുണ്ട്, എടാ പൊന്നു മോനെ, എൻ്റെ മുന്നിൽ നിന്റെ വിളച്ചിലെടുക്കാനാണ് നിന്റെ തീരുമാനം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിന്റെ ആയുസ്സും കൊണ്ട് നീ ഇവിടെ തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വസുന്ധരയാണെങ്കിൽ കേസിന്റെ ഡീറ്റെയിൽസ്, അതായത് നന്ദനെ അന്വേഷിച്ച കേസ് നമ്മുടെ ഐസക്കാണല്ലോ കൈകാര്യം ചെയ്തിരുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഐസക്ക് ഫയലുമായിട്ട് എത്തുന്നുണ്ട്. ഫയലെല്ലാം വായിച്ചതിന് ശേഷം വസുന്ധര പറയുന്നുണ്ട്, എന്തൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫയൽ, താങ്കൾക്ക് എൻ്റെ വക കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുകയാണ്. താങ്ക് യു മാം, തനിക്ക് നാണമില്ലടോ, ഇതുപോലെ LKG പിള്ളേരുടെ മുന്നിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി കെട്ടുകഥയുള്ള ഈ ഫയല്, അവർ നിന്റെ മുഖത്ത് എറിഞ്ഞു തരുമെന്ന് പറയുമ്പോൾ, മേഡം മേഡം എന്തീ പറയുന്നത്, കുറച്ച് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കേ. എന്ത് റെസ്പെക്റ്റ്? ദേ, ഇതിൽ എഴുതിയിരിക്കുന്നതും കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതും എന്താണെന്ന് തനിക്ക് അറിയാമോ? ഇപ്പം ഞാൻ തനിക്ക് കൈ തന്നതേ എങ്ങനെ ഒരു കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ ഫയൽ ഉപയോഗിക്കാം, അല്ലാതെ തൻ്റെ ഒരു അന്വേഷണം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിൽ നിന്നും വ്യക്തമാണ് തൻ്റെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അല്ല, തൻ്റെ ഒരു മോളുണ്ടല്ലോ, പേരെന്താ, ഇസബല്ലയോ? ആ, അതെ. ആരത്? എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ്. അപ്പോൾ സ്വന്തം മോള്. ഇപ്പോൾ അവൾ എവിടെയുണ്ട്? വിദേശത്താ? വിദേശത്തേക്കോ? അതെപ്പോഴാ പോയത്? എന്താവശ്യത്തിന് പോയി? പഠിക്കാൻ വേണ്ടി പോയതാ? ഓ, ഇത്ര പെട്ടെന്നോ? എന്ത് പഠിക്കാനാ പോയതെന്ന് ചോദിക്കും. ഇത് കേട്ട് ഐസക്കിനാണെങ്കിൽ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. താന് ഒരു മികച്ച പോലീസ് ഓഫീസർ അല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു, അതുപോലെ മികച്ചൊരു കള്ളനല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞെന്ന് പറയുമ്പോൾ, മാഡം വീണ്ടും വീണ്ടും എന്നെ അങ്ങനെ അധിക്ഷേപിക്കല്ലേ, പിന്നെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. ട്ടോ, താൻ ആരുടെ മുന്നിലെ കൈ ചൂണ്ടുന്നതെന്ന് മനസ്സിലായില്ലേ? താനിപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്, മറക്കണ്ട. എൻ്റെ മുന്നിൽ കൈ ചൂണ്ടി സംസാരിക്കാൻ മാത്രം തനിക്ക് ധൈര്യം വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, സോറി മാഡം, എന്നോട് ക്ഷമിക്കും. ക്ഷമയൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു ഫയൽ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് തന്നെയും അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ, മേഡം മേഡം എന്തൊക്കെയാണ് പറയുന്നത്? ദേ, അതൊക്കെ ഒരു തെളിവിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതാണ്. പക്ഷേ എന്തോ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മൾ കാണാതിരിക്കട്ടെ. എന്തായാലും തനിക്ക് പോകാം മേഡം, അത് പിന്നെ ഒന്നും പറയണ്ട, എണീറ്റ് പോവാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര അടങ്ങ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്നും ഐസക്ക് പോകുന്നുണ്ട്. ശേഷം ഗൗരി വിളിക്കുന്ന സമയത്ത് ദേവികയാണെങ്കിൽ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ശരിക്കും സമാധാനമായി ഗൗരി. കാരണം വസുന്ധര മേഡം മീര കേസിൽ വലിയൊരു വഴിത്തെളിവ് സൃഷ്ടിച്ച മേഡമാണ്.
നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് ഇതിലും എന്തെങ്കിലും ഒരു മാജിക് പ്രവർത്തിക്കാതിരിക്കില്ല. നന്ദുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ തന്നെ ആവട്ടെ ദേവി. നിന്റെ പ്രാർത്ഥനകൾക്ക് എന്തായാലും ഫലമുണ്ടാകുമെന്നൊക്കെ ഗൗരി പറയുന്നു. ഞാനെന്തായാലും മുരളിയേട്ടനെ വിളിക്കാം. വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും ഫോൺ വയ്ക്കുന്നു. ശേഷം ഭാർഗവിയാണെങ്കിൽ, എടാ മുരളി, നീ ഇന്ന് ലീവാണെങ്കിലേ നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം. കുടുംബശ്രീയിൽ നിന്നും കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ലോണിന്റെ അവശേഷിക്കുന്ന തുക എത്രയാണെന്ന് അറിഞ്ഞിട്ട് അതുകൊണ്ട് കെട്ടാം. ആ ശരി അമ്മേ. പിന്നെ അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ടെന്ന് ഗൗരി പറയുമ്പോൾ, എന്താടി വസുന്ധരമ്മേടോ കേസ് അന്വേഷിക്കണത്? ഓ, അതാണ് സന്തോഷമുള്ള കാര്യം. അതെന്താ അമ്മേ? മീരയുടെ കേസ് അന്വേഷിച്ച് വലിയ വിജയത്തിലേക്ക് എത്തിച്ച ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആരെന്തൊക്കെ പറഞ്ഞാലും ആ എം.എൽ.എക്കും പിന്നെ സിദ്ധാർത്ഥൻ സാറിനും യാതൊരുവിധ ചൂടുമില്ലല്ലോ. അവരാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലും ഇല്ല. അമ്മ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ദേവിക രാപ്പകലില്ലാതെ ഇതിന് പുറകിലാണെന്നൊക്കെ പറയുമ്പോൾ, ആയിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ പ്രഭുകുഞ്ഞിന്റെ കാര്യം മാത്രമേ അറിയണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാർഗവി പതിവ് പല്ലവി തന്നെ പാടുന്നു. അങ്ങനെ ഋഷിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ CPയെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഋഷി എവിടെയാണെന്നും എന്താണെന്നും എന്തുകൊണ്ടാണ് അരുന്ധതി മേഡം അന്വേഷിക്കാത്തതും. ആൻറ്റി വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ആൻറ്റി ശരിക്കും ഉഴപ്പ് വേണമെന്നൊക്കെ പറയുമ്പോൾ, റോഷ നീ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഋഷിയുടെ കാര്യം വിട്ടേക്ക്. നന്ദനെ തിരിച്ചു കിട്ടുന്ന നിമിഷം ഋഷിയെയും തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ, അപ്പോൾ നന്ദനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നവർ തന്നെയാണോ ഋഷിയെയും മാറ്റി നിർത്തിയിരിക്കുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. മേഡത്തിനെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇല്ല, നിങ്ങളെല്ലാവരും ചേർന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു. ഞങ്ങളെ ഇത് വലിയ സമരമാക്കാൻ പോവുകയാണ്, മീഡിയസിനെയൊക്കെ അറിയിക്കുമെന്ന് പറയുമ്പോൾ, വെറുതെ പുലിവാൽ ഉണ്ടാക്കല്ലേ. അപ്പൊ പിന്നെ എന്തൊക്കെയോ അറിയാം. CP ഞങ്ങൾ തുറന്നു പറഞ്ഞാൽ മതിയാകൂ റോഷ. അത് പിന്നെ ഋഷിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഒരു ഗുണ്ടസംഘമൊന്നും അല്ല. പിന്നെ ദേവികയാണ്. എന്ത് ദേവികയോ? അവരെങ്ങനെ ചെയ്യുന്നു? ആ, അവരൊക്കെ അങ്ങനെ ചെയ്തു. അതുകൊണ്ടാ മേഡം ഇത് പുറത്തു വിടാത്തത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. നന്ദനെ തിരിച്ചു കിട്ടിയാലേ ഋഷിയെ കിട്ടുള്ളൂ എന്നുള്ള അജണ്ട വെച്ചിരിക്കുകയാണ് ആ ദേവിക എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ അവളെ ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. വെറുതെ ഇത് പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CP ആണെങ്കിൽ അവരോട് അപേക്ഷിക്കുന്നു. പക്ഷേ ഋഷിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ വെറുതെ ഇരിക്കാൻ തീരുമാനിക്കുന്നില്ല. അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ദേവികയെയും സിദ്ധാർത്ഥിനെയും വഴിയരികിൽ തടഞ്ഞു നിർത്തുകയാണ്. ഈ സമയം ഞങ്ങൾ ഋഷിയുടെ ഫ്രണ്ട്സ് ആണെന്നും ദേവികയാണ് ഋഷിയെ മാറ്റി നിർത്തിയിരിക്കുന്നതൊക്കെ അറിഞ്ഞു. അത് പിന്നെ ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ദേവിക പറയുമ്പോൾ, അതൊന്നും പറ്റില്ല. ഈ ഈ നിൽക്കുന്ന സിദ്ധാർത്ഥൻ ഇതിനൊക്കെ പുറകിലുണ്ടെന്ന് പറയുമ്പോൾ, മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. എൻ്റെ ഭാര്യയെ പോയതും എൻ്റെ മകനെ ശ്വാസം മുട്ടിച്ചതൊക്കെ നിങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകളെ അടിക്കുകയാണ്. അപ്പോൾ അടുത്തുള്ളവരൊക്കെ തന്നെ ഓടി വരുന്നുണ്ട്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഇവന്മാർക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ വാ മോളെ എന്ന് പറഞ്ഞ് ദേവികയും വിളിച്ചിട്ട് പോകുന്നു. അങ്ങനെ ഇതൊക്കെ തന്നെ ദേവിയാണെങ്കിൽ ശാരികയോട് വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഇത് പ്രശ്നമാവും കേട്ടോ. കാരണം ഋഷിയുടെ ഫ്രണ്ട്സിനെയും മീഡിയാസിനെ അറിയിക്കുകയാണെങ്കിൽ ചേച്ചി അടക്കം എല്ലാവരും കൊടുങ്ങില്ലേ? നമ്മളെന്തിനാ കൊടുക്കുന്നത്? ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തെറ്റുകാരല്ലേ? ഋഷിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ചേച്ചി പറഞ്ഞില്ലേ? അത് വെറും ആരോപണം മാത്രമല്ലേ? അതുപോലെ ഋഷി മരിച്ചെന്ന് പറഞ്ഞ് അരുന്ധതി മേഡം സത്യങ്ങൾ മൂടി വെച്ചില്ലേ? അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടുള്ള ആരോപണമാണെന്ന് ഞാനപ്പോൾ വരുത്തി തീർത്തോളാം എന്നൊക്കെ ദേവിക ഷാരിയോട് പറയുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.